ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയും, ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് മൊബൈലിലല്ല, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം നിങ്ങൾ പലരും, ഞാൻ ഇതിനു മുന്നേ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത്, മീൻസ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴിയായിരുന്നു ചെയ്യുന്നത്, തേർഡ് പാർട്ടി വെച്ചിട്ട്. പിന്നെയാണ് ഇങ്ങനൊരു സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ പോലുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ നമുക്ക് VLC മീഡിയ പ്ലെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. മിക്കവാറും കമ്പ്യൂട്ടറിൽ ഇൻബിൽറ്റ് ആയിരിക്കും ഇത്. നമ്മൾ പാട്ട് വീഡിയോ ഒക്കെ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഞാൻ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. VLC മീഡിയ പ്ലെയർ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. ആ മീഡിയയിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എന്നാ ചെയ്യണ്ടേ, ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, Ctrl+C അതിനകത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഈ ക്യാപ്ചർ മോഡ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ വരുമ്പോൾ ഡയറക്റ്റ് ഷോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് വേണം വെക്കാൻ. ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ വരുന്ന സാധനമാണ് നമ്മളെ കാണിക്കുന്നത്. ഡയറക്റ്റ് ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമറ നമ്മുടെ ഫേസിലേക്കായിരിക്കും, അല്ലെ മുന്നിലിരിക്കുന്ന ക്യാമറയുടെ മുന്നിലിരിക്കുന്ന സാധനം എന്താണോ അതിനെയാണ് അതിന് ക്യാപ്ചർ ചെയ്യുന്നത്. അതിനേക്കാളും ഡെസ്ക്ടോപ്പ് ആണല്ലോ, ഡെസ്ക്ടോപ്പ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് നമ്മൾ കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്രെയിം റേറ്റ് കൊടുക്കണം. നമ്മൾ ഒരു 10 or 11 കൊടുക്കുക. ഞാനിപ്പോൾ 10 കൊടുക്കാണ്. 11 ആണെങ്കിലും ഏകദേശം ഒരേ ഫ്രെയിം റേറ്റ് വരും. ഒത്തിരി കൂടുതലും കുറഞ്ഞൊന്നും ഒന്നും കൊടുക്കല്, സൈസ് ചെറുതായി പോകും നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ കേട്ടോ. ഇനി ഈ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ ഒരു ആരോ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കൺവേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കൺവേർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യണം. കൺവേർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ, ഈ കൺവേർട്ട് എന്ന് പറയുന്നതിൻ്റെ താഴെ സെറ്റിംഗ്സിന്റെ താഴെ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ വീഡിയോ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് H.264 + MP3 MP4 ആ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. വേറെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൈസ് മാറിയും തിരിഞ്ഞും അതിൻ്റെ ഫയല് മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷനാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. വീഡിയോ H.264 + MP3 അത് പ്രത്യേകം ഓർക്കുക, അത് തന്നെ എടുക്കണം. അതിനുശേഷം ബ്രൗസ് ഓപ്ഷൻ കൊടുക്കുക. ബ്രൗസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മളിത് സേവ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് കൊടുക്കുകയാണേ. അതിനുശേഷം അത് സേവ് കൊടുക്കാം. സേവ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ആകും. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി വേറൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ തൊട്ട് താഴെയായിട്ട് എന്താ പറയുന്നത്, ഒരു ക്ലോസ് ചെയ്യുന്ന ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, ക്ലോസ് ചെയ്യുന്ന സ്റ്റഡി റെക്കോർഡിങ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടായിട്ട് ആ സ്റ്റോപ്പിലേക്ക് ഒന്ന് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുത്ത സ്ക്രീൻ റെക്കോർഡ് അവിടെ വരും. ഇപ്പം 4 മിനിറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം അത് വന്നിട്ടുണ്ട്. ഇപ്പം ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്ത സാധനമാണ് ഈ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്നത്. ഡൗൺലോഡ്സിൽ വന്നിട്ട് അത് ഈ ഹായ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കൊടുത്തിരുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സ്ക്രീൻ റെക്കോർഡ് അതുപോലെ കാണിക്കും. നമ്മൾ ചെയ്ത സ്ക്രീൻ റെക്കോർഡ് എന്താണോ അത് അതുപോലെ കണ്ടോ കാണിക്കുന്നുണ്ട്. 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്നാ ചെയ്യണമെന്ന് പറയുന്നത്, നിങ്ങളുടെ മൈക്ക് വർക്കിംഗ് ഉള്ള മൈക്കാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്താണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും മൈക്ക് വർക്കിംഗ് ആണെന്നെങ്കിൽ അതിനകത്ത് വോയിസ് തന്നെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ വോയിസ് കൊടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്താലും മതി. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ.